ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ക്രിസ്മസ് ന്യൂ ഇയർ കാലത്തൊക്കെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന രീതി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അധികം പുളിപ്പില്ലാത്ത നല്ല സോഫ്റ്റ് അപ്പം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 3 കപ്പ് നല്ല ഇനം പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി റൈസ് പോലെയുള്ള റൈസ് നമുക്ക് എടുക്കാം. നന്നായിട്ടൊന്ന് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിലോട്ട് നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ വെള്ളവും പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് അതിലോട്ട് നമ്മൾ ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് തേങ്ങ ഒരു വിധം നന്നായിട്ട് തന്നെ ചേർക്കാം. ഏകദേശം ഒരു അരമുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, കാരണം അത് നമ്മൾ കള്ളപ്പമായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ജീരകം കൂടെ ചേർക്കാറുണ്ടല്ലോ. പിന്നെ അത് നമ്മൾ ചിലരൊക്കെ ഉള്ളി 1-2 പിഞ്ച് വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും ചേർത്തില്ലെങ്കിൽ നമുക്ക് പാലപ്പമായിട്ട് ഇതും ചെയ്യാം. അപ്പോൾ അതിലോട്ട് ഞാൻ 3/4 കപ്പ് അവലും കൂടെ ചേർത്താണ് ഒന്നും കൂടെ കുതിർത്ത ശേഷമാണ് ഇതൊന്ന് അരച്ചെടുത്തത്. നമ്മൾ വേറെ കപ്പിയൊന്നും കാച്ചുന്നില്ല, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം 3 സ്പൂൺ ചെറിയ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഇവിടെ ഫെർമെൻറ്റേഷൻ ഒന്ന് പെട്ടെന്നൊന്ന് നല്ല രീതിയായി കിട്ടാനും അപ്പത്തിന് ഒരു നല്ലൊരു ചെറു മധുരമൊക്കെ കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ല വെള്ള അവൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ അപ്പത്തിന് വെള്ള നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചുവന്ന അവൽ എടുക്കുമ്പോൾ കുറച്ചൊരു ചുവപ്പ് കളറിലോട്ട് വരും. എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മളിതൊരു 2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുകയാണ്. ചില ആളുകൾ പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി അതിന് മുകളിൽ എന്തെങ്കിലും ഗ്ലാസ് പാത്രമോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമൊക്കെ എടുത്ത് അതിലോട്ട് മാവ് മാറ്റിയിട്ട് അങ്ങനെ വെക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അപ്പം റെഡിയാക്കാനുള്ള സമയമാകുമ്പോഴത്തേക്കും നല്ല രീതിയിലത് ഫെർമെൻ്റായി വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് കൊണ്ട് കുറച്ച് മാറ്റിയതാണ്. ഈ കള്ളപ്പമൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും ചെറിയ രീതിയിലൊന്ന് കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചെറിയൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അധികം പരത്താതെ ഒഴിച്ച് മറുവശം റെഡിയാക്കി എടുക്കുക. 2 വശം റെഡിയാക്കി എടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് സമയം മാത്രം നമ്മൾ അരച്ച ശേഷം പുളിക്കാൻ വെച്ചുള്ളൂ എങ്കിൽ തന്നെ നല്ല രീതിയിൽ കുത്തുകളൊക്കെയുള്ള നല്ല അപ്പം നമുക്ക് റെഡിയായി കിട്ടും. നമുക്ക് മാവ് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് വൈകുന്നേരങ്ങളിൽ സമയം വരെ അത് റെഡിയാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.